പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര, STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ഒരു ഉപമയോ ഒരു സുവിശേഷ ഭാഗമോ പഠിച്ചുകൊണ്ടല്ല ഈ യാത്ര ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഒരു അടിസ്ഥാന ചോദ്യത്തിലേക്ക് കടക്കാം. ബൈബിൾ അഥവാ വിശുദ്ധ ഗ്രന്ഥം എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥമാകുന്നത്? സാധാരണ നാം പറയുന്ന ഉത്തരം വളരെ ലളിതമാണ്. അത് ദൈവവചനമാണ്. അതെ, പക്ഷേ ഉടൻ തന്നെ മറ്റൊരു ചോദ്യം ഉയരുന്നു. ബൈബിൾ ഏത് അർത്ഥത്തിലാണ് ദൈവവചനമാകുന്നത്? അത് എഴുതപ്പെട്ട കാലഘട്ടത്തിൽ മാത്രമോ, അതോ ഓരോ തലമുറയോടും വീണ്ടും സംസാരിക്കുന്ന ശേഷിയിലൂടെയോ? ഈ ചോദ്യമാണ് ഹെർമനോട്ടിക്സ് വ്യാഖ്യാന ശാസ്ത്രം എന്ന പഠന ശാഖയുടെ കേന്ദ്ര ചോദ്യം. അഥവാ ഒരു പുരാതന ഗ്രന്ഥം ഇന്ന് എങ്ങനെ വായിക്കണം? ഇവിടെ ഒരു ചരിത്ര സത്യം അംഗീകരിക്കണം. തിരുവെഴുത്തുകൾ ആകാശത്തിൽ നിന്ന് വീണതല്ല, അവ ചരിത്രത്തിൽ രൂപപ്പെട്ടു. ഒരു പ്രത്യേക ഭാഷയിൽ, ഒരു പ്രത്യേക സംസ്കാരത്തിൽ, ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ. അതുകൊണ്ട് ഓരോ വചനത്തിനും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. എന്നാൽ അവയെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നത് അവയ്ക്ക് ഒരു ലിവിങ് കോണ്ടെക്സ്റ്റ്, ജീവിക്കുന്ന പ്രസക്തി കൂടി ഉള്ളതുകൊണ്ടാണ്. അതായത് അവ ഭൂതകാലത്തെ മാത്രം വിശദീകരിക്കുന്നില്ല, ഇന്നത്തെ മനുഷ്യനെയും അവന്റെ ജീവിത പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓരോ തലമുറയും സുവിശേഷത്തെ വീണ്ടും വായിക്കേണ്ടത്. ദൈവവചനം മാറുന്നത് കൊണ്ടല്ല, നമ്മുടെ ലോകം മാറുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ അറിവ് വളരുന്നു, ശാസ്ത്രം വളരുന്നു, മനുഷ്യനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നമ്മുടെ ധാരണകൾ കൂടുതൽ ആഴമാകുന്നു. അപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയരുന്നു. ഈ പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ യേശുവിൻ്റെ വചനങ്ങളെ ഇന്ന് എങ്ങനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം? ഇതാണ് STR അറ്റ് ഗോസ്പൽ ചോദിക്കുന്നത്. ഈ ചോദ്യം ഗൗരവമായി ചോദിക്കാതിരുന്നാൽ ചില വെല്ലുവിളികൾ ഉയർന്നു വരാം. ചരിത്രപരമായ സാഹചര്യങ്ങളെ കാലാതീതമായ ആത്മീയ സത്യങ്ങളുമായി കൂട്ടിക്കലർത്താൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ രൂപങ്ങളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഇച്ഛയായി തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട്. അതുപോലെ ഇന്നത്തെ ശാസ്ത്രീയ അറിവുകളും മനുഷ്യ വികസനത്തെക്കുറിച്ചുള്ള പുതിയ ധാരണകളും പരിഗണിക്കാതെ മുൻകാല വ്യാഖ്യാനങ്ങൾ അതേപടി ആവർത്തിക്കപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാലാതീതമായ സന്ദേശം മുന്നോട്ട് നയിക്കുന്ന ശക്തിയാകുന്നതിനു പകരം ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെട്ട ചിന്താരീതികളും സാമൂഹിക ക്രമങ്ങളും മതപരമായ ആചാരങ്ങളും വീണ്ടും പകർത്താനുള്ള പ്രവണത വളരാം. അപ്പോൾ വിശ്വാസം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിക്കുന്ന ശക്തിയാകാതെ ഇന്നത്തെ മനുഷ്യ ജീവിതവുമായി പൊരുത്തപ്പെടാത്ത പഴയ രൂപങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഒരു മതപരമായ മഹാമാരിയായി മാറാനുള്ള അപകട സാധ്യതയും ഉണ്ടാവുന്നു. തിരുവെഴുത്തുകൾ എഴുതപ്പെട്ട ലോകവും ഇന്നത്തെ ലോകവും വ്യത്യസ്തമാണ്. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന ആത്മീയ അന്വേഷണം ഇന്നും അതുപോലെ തുടരുന്നു. അർത്ഥത്തിനായുള്ള അന്വേഷണം, സത്യത്തിനായുള്ള ദാഹം, സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ആഗ്രഹം മനുഷ്യ ജീവിതത്തിൻ്റെ ആഴമേറിയ ആഗ്രഹങ്ങളാണ്. അതിനാൽ നമ്മുടെ ലക്ഷ്യം ദൈവവചനത്തെ മാറ്റുക എന്നതല്ല, മറിച്ച് അതിനെ കൂടുതൽ ആഴത്തിലും വ്യക്തതയിലും മനസ്സിലാക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ പരമ്പരയിൽ ഓരോ സുവിശേഷ ഭാഗവും വായിക്കുമ്പോൾ നിർബന്ധമായും ചില ചോദ്യങ്ങൾ ഉയർത്തും. ഒന്നാമത്, ഈ വചനം ആദ്യം എന്താണ് പറഞ്ഞത്? രണ്ടാമത്, അതിൽ അടങ്ങിയിരിക്കുന്ന കാലാതീതമായ ആത്മീയ സത്യം എന്താണ്? മൂന്നാമത്, ആ സത്യം ഇന്നത്തെ മനുഷ്യന്റെ ജീവിതവുമായി എന്ത് ബന്ധമാണ് പുലർത്തുന്നത്? ഇവിടെ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. പലപ്പോഴും
ശാസ്ത്രവും വിശ്വാസവും പരസ്പരം എതിർ ദിശകളിലാണെന്ന് കരുതപ്പെടുന്നു. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ശാസ്ത്രം ചോദിക്കുന്നത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആത്മീയത ചോദിക്കുന്നത് ഇതിന് അന്തിമമായ അർത്ഥം എന്താണ്. ഒന്ന് പ്രവർത്തന രീതിയെ അന്വേഷിക്കുന്നു, മറ്റൊന്ന് അസ്തിത്വത്തിന്റെ അർത്ഥത്തെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ ദൈവവചനത്തെ മാറ്റുന്നില്ല. അവ നമ്മുടെ വായനയെ കൂടുതൽ ആഴത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് യേശു കഥകളിലൂടെ പഠിപ്പിച്ചത്? യേശുവിന് നിയമങ്ങൾ പറയാമായിരുന്നു, തത്വചിന്ത അവതരിപ്പിക്കാമായിരുന്നു. എന്നാൽ അവിടുന്ന് ആവർത്തിച്ചത് കഥകൾ പറഞ്ഞുകൊണ്ടാണ്. ഇത് നരേറ്റീവ് സൈക്കോളജി, ആഖ്യാന മനഃശാസ്ത്രം എന്ന പഠനശാഖയും കൊഗ്നിറ്റീവ് സയൻസ്, ജ്ഞാനശാസ്ത്രം എന്ന മേഖലയുമൊക്കെ ഒരു കൗതുകകരമായ കാര്യം പറയുന്നു. മനുഷ്യൻ ലോകത്തെ ആദ്യം വിവരങ്ങളിലൂടെയല്ല മനസ്സിലാക്കുന്നത്, കഥകളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഒരു സിദ്ധാന്തം കേൾക്കുമ്പോൾ നാം അതിനെ വിമർശിക്കുന്നു, പക്ഷേ ഒരു കഥ കേൾക്കുമ്പോൾ നാം അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെ നരേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ, കഥയുടെ ലോകത്തിലേക്കുള്ള ബോധത്തിന്റെ പ്രവേശനം എന്ന് വിളിക്കുന്നു. അപ്പോൾ കഥ കേൾക്കുന്നവൻ വെറും ശ്രോതാവല്ല, അവൻ കഥയുടെ ഭാഗമാകുന്നു. ഇവിടെയാണ് യഥാർത്ഥ പഠനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉപമകൾ വെറും ഉദാഹരണങ്ങളല്ല, മനുഷ്യബോധത്തെ രൂപപ്പെടുത്തുന്ന ആത്മീയ സാങ്കേതിക വിദ്യകളാണ്. ഇതാണ് STR അറ്റ് ഗോസ്പലിൻ്റെ രീതിശാസ്ത്രം. ഈ പരമ്പരയിൽ നാം സുവിശേഷത്തെ വായിക്കുകയല്ല, സുവിശേഷം നമ്മുടെ ജീവിതത്തെ വായിക്കാൻ അനുവദിക്കുകയാണ്. ഓരോ ഉപമയോടും, ഓരോ സംഭവത്തോടും, ഓരോ സംഭാഷണത്തോടും നാം സംവദിക്കും, ധ്യാനിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് വീണ്ടും വായിക്കും. ഓരോ ധ്യാന വായനയുടെയും അവസാനം നാം STR മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കും. അവിടെ സുവിശേഷം ഒരു വായനയായി മാത്രം അവസാനിക്കുന്നില്ല, അതൊരു അനുഭവമായി മാറുന്നു, ഒരു ധ്യാനമായി മാറുന്നു, ക്രമേണ ഒരു ജീവിത ശൈലിയായി മാറും. സുവിശേഷം വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമല്ല, ശ്രദ്ധയോടെയും ആവർത്തനത്തോടെയും ശബ്ദത്തിലൂടെയും സ്പർശനത്തിലൂടെയും അത് മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അങ്ങനെ ദൈവവചനത്തോട് കൂടുതൽ ജാഗ്രതയോടെയും തുറന്ന മനസ്സോടെയും ജീവിക്കാൻ മനുഷ്യൻ അഭ്യസിക്കുന്നു. അതുതന്നെയാണ് STR മെഡിറ്റേഷൻ്റെ ലക്ഷ്യം. ഈ യാത്രയിൽ നാം ഒരു ചോദ്യം തുടർന്നും ചോദിച്ചുകൊണ്ടിരിക്കും. ഈ വചനം അന്ന് എന്താണ് അർത്ഥമാക്കിയത് എന്നതോടൊപ്പം ഈ വചനം ഇന്ന് എന്നെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു? കാരണം സുവിശേഷം ഒരു ചരിത്രരേഖ മാത്രമല്ല, എല്ലാ കാലത്തും മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ദൈവവചനമാണ്. സ്നേഹമുള്ളവരെ, അടുത്ത എപ്പിസോഡിൽ ഈ പരമ്പരയിലെ ആദ്യ ധ്യാന വായനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 44-ാം വാക്യമാണ്. വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ. ആ ചെറിയ ഉപമയിൽ യേശു ഒരു നിധിയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ കണ്ടെത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നന്ദി.